ഹലോ, ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഊണാട്ടോ. അതിൽ രണ്ട് സ്പെഷ്യൽ കറികളുണ്ട്. ഒന്ന് ബീൻസും കായും കൂടി തോരൻ വെച്ചതും, പിന്നെ ഒന്ന് വാഴപ്പിണ്ടിയും ചെറുപയറും കൂടി തേങ്ങ അരച്ച് വെച്ച കറിയും. പിന്നെ നമ്മൾ സാധാരണ ഒരു അച്ചാറുണ്ട്, അതുപോലെ ഉണക്കമീൻ വറുത്തതും ഉണ്ട് കേട്ടോ. വാഴപ്പിണ്ടിയും ചെറുപയറും കറി വയ്ക്കുന്ന വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വാഴപ്പിണ്ടി ഉണ്ടല്ലോ, നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക, നല്ല ചെറുതായിട്ട് ഫൈനായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകി അതുപോലെ ഒരു കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് ചെറുപയർ, ഒരു 1/4 കപ്പ് ചെറുപയർ കഴുകി എടുക്കുന്നുണ്ട്. ചെറുപയർ വെള്ളത്തിലിട്ടാണ് എടുക്കുന്നതെങ്കിൽ, അതായത് തലേ ദിവസം കുതിർത്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു 2 വിസിലൊക്കെ മതി. ഇതിപ്പോ ഞാൻ അപ്പം തന്നെ എടുക്കുന്നതുകൊണ്ട് ഒരു 5 വിസിൽ എടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിൽ 5 വിസിൽ അടിക്കുന്നുണ്ട്. ഇനി ചെറുപയർ ഇട്ടിട്ട് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്, കറിവേപ്പില എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോ ഒരു മുറി തേങ്ങ മുഴുവൻ ചിരകി എടുത്തിട്ടുണ്ട്. അതിൽ 1/4 ഭാഗം എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ 2 അല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 2-3 ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ജീരകം എടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് അരച്ചെടുത്ത് വെക്കുക കേട്ടോ. ഇതിപ്പോ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 5 വിസിലാട്ടോ ഞാൻ അടിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് അത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് വെള്ളമൊന്നും അധികം ഒഴിക്കരുത് കേട്ടോ, വെള്ളം ഒഴിക്കേണ്ട. ഈ ഒരു പാകത്തിന് തന്നെ കുറുകിയിരിക്കണം. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഇതൊന്നും കൂടി കുക്ക് ചെയ്യുക കേട്ടോ. ഇതൊന്നും കൂടി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയാ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്നും കൂടി കുക്ക് ചെയ്യാം. അവസാനം നമുക്ക് ഇതിലേക്ക് താളിച്ചിടണം കേട്ടോ. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക, അതിനുശേഷം വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവെള്ള മുളക് പൊടിയാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ മുളക് പൊടി ചേർത്ത് അപ്പൊ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മൾ വെന്തിരിക്കുന്ന ചെറുപയർ പിണ്ടി കറിയിലേക്ക് ഇതങ്ങോട്ട് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു കറി മാത്രം മതി കേട്ടോ, നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. ഈ വാഴപ്പിണ്ടി ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. വയറിനൊക്കെ ഒത്തിരി നല്ലതാണ്, ഡൈജഷനൊക്കെ വേണ്ടിയിട്ട്. ഇത് കറിയായിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടോ ഒക്കെ കഴിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്